Welcome to MrUnbox and Travel. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാൻ പോകുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോറോള ബ്രാൻഡിന്റെ ഒരു സ്മാർട്ട് ഫോൺ ആണ്. നമ്മുടെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം മോട്ടോറോളയുടെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. Moto G84 5G. ഇതിവിടെ ഖത്തറിലെ വേർഷനാണ് ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത്. 12GB plus 256GB മെമ്മറി വേരിയൻ്റ് ആണ്. മാത്രമല്ല ഏകദേശം 5-8 ദിവസത്തിന് മുകളിലായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തെ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടാവുക. ഇവൻ നെഗറ്റീവും പോസിറ്റീവും അടങ്ങിയിട്ടുള്ള റിവ്യൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂയിലേക്ക് കടക്കാം. ബോക്സിനകത്ത് നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് TPU കേസ് ലഭിക്കുന്നുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ അഡാപ്റ്ററാണ് വരുന്നത്. Type A to Type C ചാർജിങ് കേബിളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് നമ്മുടെ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള Moto G84 5G. 3 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് വിവ മജന്തയാണ്. ഇതുകൂടാതെ തന്നെ മാഷ്മെലോ ബ്ലൂ, മിഡ് നൈറ്റ് ബ്ലൂ, ഇതിൽ തന്നെ മാഷ്മെലോ ബ്ലൂവും അതുപോലെ ഈ ഒരു വിവ മജന്തയും പിറകിലത്തെ മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് വെഗൻ ലെതറാണ്. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വിവ മജന്ത കളർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്ക് പാനൽ യൂസ് ചെയ്തിരിക്കുന്നത് വെഗൻ ലെതറാണ്. ആ ഒരു ടെക്സ്ചർ നമുക്കിതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഓവറോൾ ഒരു ബോക്സി ഡിസൈൻ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഫ്രെയിം യൂസ് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ആണ്. 7.6 mm ആണ് ഇതിൻ്റെ ബോഡി തിക്നെസ്. 168 gram ആണ് ഇതിൻ്റെ ബോഡി വെയിറ്റ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ബോക്സി ഡിസൈൻ ആയിട്ടുള്ള ഒരു ക്യാമറ മൊഡ്യൂളും കാണാം, അല്പം ബൾജായിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ. അതുപോലെ റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും അതുപോലെ വോളിയം റോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായിട്ട് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കാണാം. ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ വരുന്നത്. ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ്. ഒരേ സമയം 2 നാനോ സിം കാർഡ് അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് എന്നുള്ള രീതിയിൽ. താഴ്വശത്താണ് 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റേർണൽ മൈക്ക്, Type C ചാർജിങ് പോർട്ട്, സ്പീക്കർ ഗിൽ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു സൈസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഓവറോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ലൊരു ചെറുതായിട്ട് നമുക്കൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന ഒരു ഡിസൈൻ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ഡിസ്പ്ലേ സൈഡിലേക്ക് വന്നാൽ 6.5 ഇഞ്ചിന്റെ POLED ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ്. ഫുൾ HD പ്ലസ് ആണ് റെസൊല്യൂഷൻ വരുന്നത്. 402 പിക്സൽ പെർ ഇഞ്ച് ആണ് ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെ നല്ല ഷാർപ്പ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. ബസിൽസും നമുക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള ബസിൽ മാത്രമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. വലിയ ഓവർ സൈസ് ആയിട്ടുള്ള ബസിൽസും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. 1300 nits ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ. അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ പോയാലും നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഇതിൽ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് 10-bit ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ HDR10+ ഇതിൽ സപ്പോർട്ടാണ്. ഇപ്പോൾ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ HDR10+ സപ്പോർട്ട് ആവുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം സ്മാർട്ട് ഫോണുകളിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേയുടെ ഓവറോൾ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ കളർ വൈസ് ആണെങ്കിലും ബ്രൈറ്റ് വൈസ് ആണെങ്കിലും ഒക്കെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ ആയിട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ കാണാൻ സാധിച്ചത്. Qualcomm Snapdragon 695 എന്ന് പറയുന്ന 5G ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 6 nm ആണ് ചിപ്സെറ്റ് സൈസ്. ഒക്ടാകോറിൽ 2.2 GHz ആണ് ക്ലോക്ക് സ്പീഡ്. Adreno 619 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് GPU. എനിവേ ഇത്രയും ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ പറയത്തക്ക രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. വളരെ ഫാസ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ടും എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ മിക്ക 5G സ്മാർട്ട് ഫോണുകളിലും കാണുന്ന ഒരു പ്രൊസസ്സർ തന്നെയാണിത്. എനിവേ 12GB റാമിൽ 256GB എന്ന് പറയുന്ന മെമ്മറി വേരിയൻ്റാണ് ഇത് അവൈലബിൾ ആകുന്നത്. LPDDR5 ആണ് റാം ടൈപ്പ് വരുന്നത്. UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 2.2 ആണ്. ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമുക്കിതിൽ മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ സാധിക്കും. ഒരേ സമയത്ത് ഒരു നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി അല്ലെങ്കിൽ 2 നാനോ സിം കാർഡ് എന്നുള്ള രീതിയിലാണ് യൂസ് ചെയ്യാൻ സാധിക്കുക. IP54 റേറ്റിംഗോട് കൂടിയിട്ടുള്ള സ്പ്ലാഷ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ ആണിത്. ഇനി നെറ്റ്വർക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഡ്യുവൽ 4G LTE സപ്പോർട്ടാണ്. ഡ്യുവൽ 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. അത് തന്നെ 13 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ 5.1 ആണ് വേർഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. NFC കൂടി ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ Android 13 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഭാവിയിൽ Android 14 നമുക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. 3 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ലഭിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. എനിവേസ് നിയർലി സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പറയത്തക്ക രീതിയിലുള്ള അപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നുമില്ല. മോട്ടോറോളയുടെ കുറച്ച് അപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് എക്സ്ട്രാ ഇതിൽ കാണാൻ സാധിക്കുക. അല്ലാതെ പറയത്തക്ക രീതിയിലുള്ള നമുക്ക് ആഡ്വേഴ്സോ ബ്ലോട്ട്വേഴ്സോ ഒന്നും ഇതിൽ കാണാൻ സാധിക്കില്ല. ഒരു നീറ്റ് ആൻഡ് ക്ലീൻ യൂസർ എക്സ്പീരിയൻസ് തന്നെയാണ് സോഫ്റ്റ്വെയർ വൈസ് നമുക്കിതിൽ കാണാൻ സാധിച്ചത്. ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 5000 mAh ആണ്. ഇതിൻ്റെ ഒപ്പം ലഭിക്കുന്ന ചാർജർ എന്ന് പറയുന്നത് 33 വാട്ടിൻ്റെ ചാർജർ ആണെങ്കിൽ കൂടിയും 30 വാട്ടാണ് ഇതിൻ്റെ മാക്സിമം ചാർജിങ് സ്പീഡ് എന്ന് പറയുന്നത്. 0 to 100 ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം 1.25 മണിക്കൂറിനടുത്താണ്. എനിവേ ഇത്രയും ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ കൂടി നമുക്ക് ഡേ ടു നൈറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തിന് മുകളിലും ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്.
സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൗഡിയും അതുപോലെ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ട് ഔട്ട്പുട്ടാണ് കേൾക്കാൻ സാധിച്ചത്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പീക്കർ ഔട്ട്പുട്ടാണ് എനിക്ക് കേൾക്കാൻ സാധിച്ചത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. ഒപ്റ്റിക്കലാണ് സെൻസർ ഉപയോഗിച്ചിരിക്കുന്നത്. ആക്യുറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്ന കാണാം. ആ ഒരു ആനിമേഷൻ്റെ ചെറിയൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ആ ഒരു ആനിമേഷൻ്റെ ലാഗ് നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ആക്യുറേറ്റ് ആയിട്ട് ഫേസ് ലോക്കും ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഗെയിമിംഗ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് ഞാൻ ഇതിൽ കളിച്ചുള്ളത്. ഏകദേശം 3/4 മണിക്കൂറിന് മുകളിൽ ഞാൻ ഇതിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിമിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്മാർട്ട് ഫോൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. യാതൊരു തരത്തിലുള്ള ലാഗിങ് ഇഷ്യൂ അല്ലെങ്കിൽ ഫ്രെയിം റേറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും സ്മൂത്ത്നെസ്സോ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്യാതെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ എനിക്കിത് ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതേ സമയം തന്നെ ആ ഒരു 3/4 മണിക്കൂറിന് മുകളിൽ കണ്ടിന്യൂ ഗെയിം കളിച്ച സമയത്ത് നമുക്ക് ചെറുതായിട്ടൊരു വാം ഫീൽ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ ഹീറ്റിംഗ് ഇഷ്യൂ എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു നോർമൽ ഗെയിമറൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിരാശപ്പെടുത്താത്ത ഒരു പെർഫോമൻസ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കും. 2 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും. ഇനി റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ ഡേ ലൈറ്റ് പെർഫോമൻസിലെ ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമുക്കെല്ലാം നല്ല രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ട് ആയിട്ടാണ് ഫീൽ ചെയ്യുക. എസ്പെഷ്യലി കളേഴ്സൊക്കെ ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടാണ് ചില സമയത്ത് തോന്നുന്നത്. ചില ഫോട്ടോസ് അപൂർവമായിട്ട് ചില സമയത്ത് നമുക്ക് ഇത്തിരി കോൺട്രാസ്റ്റ് ആയിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡീറ്റെയിൽസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അല്പം ഡീറ്റെയിൽ എല്ലാ ഫോട്ടോസിലും കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതർവൈസ് നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ മികച്ച രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ടാണ് മിക്ക സമയത്തും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. HDR പെർഫോമൻസ് നല്ലതാണ്. അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം നല്ലതാണ്. മാക്രോ പെർഫോമൻസിൻ്റെ കാര്യം എടുത്താൽ ജസ്റ്റ് ഓക്കെ എന്നുള്ള ലെവലിൽ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ അൾട്രാ വൈഡിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു എബോ ആവറേജ് എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നൈറ്റ് പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ട് ലഭിച്ചിട്ടുണ്ട്. എനിവേ റിയർ ക്യാമറയിൽ ഈ പറഞ്ഞ ആ ഒരു ഡീറ്റെയിലിൻ്റെ കുറവ് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. അതുകൂടി ഇവർ മെച്ചപ്പെടുത്തിയിരുന്നെങ്കിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ക്യാമറ പെർഫോമൻസ് തന്നെ നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നു. എനിവേ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 16 മെഗാ പിക്സലിൻ്റെ പഞ്ച് ഹോൾ ക്യാമറയാണ് വരുന്നത്. പക്ഷേ സെൽഫി ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസൊക്കെ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഡീറ്റെയിലും ഷാർപ്നെസ്സോട് കൂടിയിട്ടുള്ള ഫോട്ടോ ആണ് ലഭിക്കുന്നത്. അത് HDRൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഡേലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും പോർട്രേറ്റിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഈവൻ നൈറ്റ് ഫോട്ടോഗ്രാഫിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും സെൽഫി ക്യാമറ റിയർ ക്യാമറയെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ടാണ് കിട്ടുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണിത്. ഫുൾ HD 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. HDR കുഴപ്പമില്ല. പക്ഷേ സ്റ്റെബിലിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത്ര ഗംഭീരമായിട്ടുള്ള സ്റ്റെബിലിറ്റി ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ കളേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ചില സമയത്ത് നമുക്കൊരു ഇത്തിരി അണ്ടർ എക്സ്പോഷറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരല്പം കോൺട്രാസ്റ്റി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇനി ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ആവറേജ് പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. സെൽഫി വീഡിയോ ഫുട്ടേജിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. റിയർ ക്യാമറയെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി സ്റ്റെബിലിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. HDR പെർഫോമൻസും കുഴപ്പമില്ലാത്ത രീതിയിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കളേഴ്സും ഒരു നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സാണ് തോന്നുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ സെൽഫി ക്യാമറ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ അത്യാവശ്യം ബെസ്റ്റ് ആയിട്ട് തന്നെ ഫീൽ ചെയ്ത്. സ്മാർട്ട് ഫോണിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രൈസിംഗ് ആണ്. ഖത്തറിൽ 12GB പ്ലസ് 256GBക്ക് 799 ഖത്തർ റിയാലാണ് പ്രൈസ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 18,200 രൂപ മാത്രം. ഈ ഒരു മാത്രം എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈ ഒരു സെയിം സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് വരുന്നത് ആമസോണിലും മറ്റ് സൈറ്റുകളിലൊക്കെ കാണാൻ സാധിച്ചത് 22,800 രൂപയാണ്. ഏകദേശം ഇന്ത്യയുടെ 4,600 രൂപ കുറവാണ് താരതമ്യേന ഈ ഒരു സ്മാർട്ട് ഫോൺ ഖത്തറിൽ എന്ന് പറയാൻ സാധിക്കും. അത് മാത്രമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിലവിൽ 99 ഖത്തർ റിയാൽ വില വരുന്ന ആങ്കറിൻ്റെ നെക്ക് ബാൻഡ് ബ്ലൂടൂത്ത് അവർ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നതെന്നതും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യമാണ്. എനിവേ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒന്നീ പറഞ്ഞിട്ടുള്ള പ്രൈസാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ 12GB പ്ലസ് 256GB എന്ന് പറയുന്ന മെമ്മറി വേരിയന്റിൽ വളരെ റെയർ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് അല്ലെങ്കിൽ മറ്റ് ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോൺ ലഭിക്കാറുള്ളതെന്നത് ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യമാണ്. പിന്നീട് എടുത്ത് പറയേണ്ട കാര്യം ഡിസ്പ്ലേ PLED ഡിസ്പ്ലേ ആണ്. ആ ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിലുള്ളത്. അതുപോലെ തന്നെ ബാറ്ററി പെർഫോമൻസും അത്യാവശ്യം നല്ലതാണ്. അതുപോലെ ഓവറോൾ പെർഫോമൻസ് നല്ലതാണ്. എനിക്കിതിൽ നെഗറ്റീവ് എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും കുറച്ചും കൂടി മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ക്യാമറ പെർഫോമൻസ് ആണ്. എസ്പെഷ്യലി ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുമായിരുന്നു ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോണുകൾ ഒന്ന് തന്നെയാണ് ഈ ഒരു Moto G84 5G. ഇന്നത്തെ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമന്റ് ചെയ്യുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഫേസ്ബുക്കിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.